ഇത്തരത്തിലുള്ള പശുക്കളെയും കാളകളെയും നമുക്ക് പരിചയമുണ്ട്. പണ്ടുകാലത്ത് കൃഷിയിടം ഉഴുതുമറിക്കാനും വണ്ടി വലിക്കാനും ഒക്കെയായിരുന്നു കാളകളെ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ യന്ത്രവൽക്കരണം സാർവത്രികമായതോടെ ഈ ജോലികളിൽ നിന്നും കാളകൾ മോചിതരായി. ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഈ ജോലികൾക്കായി ഇന്നും കാളകളെ ഉപയോഗിക്കുന്നത്. പ്രജനനത്തിനും ഇറച്ചിക്കും കാളപ്പോരിനും പ്രദർശനങ്ങൾക്കുമൊക്കെയാണ് ഇപ്പോൾ കാളകൾക്ക് ഡിമാൻഡ്. കാളകളുടെ ജോലിയെക്കുറിച്ചല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, മറിച്ച് മിസ്റ്റർ കാളയെ കുറിച്ചാണ്. അതെ, കാളകൾക്കിടയിലും ജിമ്മന്മാരുണ്ട് കേട്ടോ. ആ മസിലന്മാരെയാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്നത്. ഇത് ബെൽജിയൻ ബ്ലൂ കാളകളിലെ ഒരു വിഭാഗമാണിത്. മസിലാണ് ഈ കാളയുടെ പ്രശസ്തിയെ കൊടുമുടിയിലെത്തി. 1100 മുതൽ 1250 കിലോഗ്രാം വരെ ഭാരം വരുന്ന ഈ കാളകൾക്ക് നല്ല ഒന്നാന്തരം മസിലുകളാണുള്ളത്. ഏതൊരാളും കണ്ടാൽ ഒന്ന് നോക്കി നിന്നു പോകുന്ന മുഴുമുഴുത്ത മസിലുകൾ. 1.5 മീറ്റർ വരെയാണ് ഇവന്റെ ഉയരം. വൃത്താകൃതിയിലുള്ള രൂപരേഖയും കൃത്യമായ പേശികളുമുള്ള ഒരു വലിയ മൃഗമാണ് ബെൽജിയൻ ബ്ലൂ. തോൾ, പുറം, അരക്കെട്ട്, പിൻഭാഗം എന്നിവയ്ക്ക് ശക്തമായ പേശികളുണ്ട്. പുറം നേരെയാണ്, പിൻഭാഗം ചെരിഞ്ഞതാണ്. ഇവയുടെ ചർമ്മം മികച്ചതാണ്. നേർത്തതും എന്നാൽ ശക്തവുമായ കാലുകൾ ഉള്ളതിനാൽ ഇവയ്ക്ക് എളുപ്പത്തിൽ നടക്കാൻ കഴിയും. വെള്ള, നീല, കറുപ്പ് നിറങ്ങളിലും ഇവ കൂടിക്കലർന്ന നിലയിലും ബെൽജിയൻ ബ്ലൂ കാളകളെ കാണാൻ കഴിയും. ചില ജനിതക രൂപങ്ങളിൽ ചുവപ്പ് നിറവും കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ബോഡി ബിൽഡറുമായി അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ എഴുന്നു നിൽക്കുന്ന മസിലുകളാണ് ഈ ഇനം കാളയുടെ പ്രധാന സവിശേഷത. ഇവയുടെ ശരീരത്തിലുള്ള മയോസ്റ്റാനിൻ ജീനുകളിലുണ്ടായ മ്യൂട്ടേഷൻ ആണ് ഇതിന് കാരണം. ഈ മ്യൂട്ടേഷൻ കാരണം മയോസ്റ്റാനിൻ എന്ന പ്രോട്ടീന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നു. ഇത് കാരണം 20% അധികം പേശി വളർച്ചയാണ് ഈ ബ്രീഡുകളുള്ള കാളകൾക്ക് ഉണ്ടാകുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ജിമ്മൻ കാളകൾ ജനിക്കുന്നതേ മസിലുകളുമായല്ല. ജനിച്ച് 4 മുതൽ 6 ആഴ്ച വരെ പ്രായമാകുമ്പോൾ ഇവയുടെ പേശികൾ വികസിക്കാൻ തുടങ്ങുന്നു. സാധാരണയായി ഇരട്ട പേശി എന്നാണ് ബെൽജിയൻ ബ്ലൂ കാളകളുടെ മസിലുകളെ വിളിക്കുന്നത്. ഇനി ഇവയുടെ ചരിത്രം തേടിയൊന്ന് നമുക്ക് പോകാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ബെൽജിയൻ ബ്ലൂ ഇനം കന്നുകാലികൾ ബെൽജിയത്തിലാണ് ഉത്ഭവിച്ചത്. 19-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ ബ്രിട്ടനിൽ നിന്നും ബെൽജിയത്തിലേക്ക് ഷോർട്ട് ഹോൺ കാളകളെ ഇറക്കുമതി ചെയ്തത്രേ. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിരുന്നു ഈ ഇറക്കുമതിയുടെ ലക്ഷ്യം. പാൽ ഉൽപാദനത്തിനായി ഇവിടെ വളർത്തിയിരുന്ന റെഡ് പൈഡ്, ബ്ലാക്ക് പൈഡ് കന്നുകാലികളെ ഇണചേർത്ത് സങ്കരയിനം പശുക്കളെ ജനിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. മാംസവും പാലും ലക്ഷ്യമിട്ടായിരുന്നു ഈ സങ്കരയിനം കന്നുകാലികൾക്കായുള്ള പരീക്ഷണം. 1920-നും 50-നും ഇടയിൽ ഈ ലക്ഷ്യത്തോടെ പ്രജനനം നടന്നു. 1950 മുതൽ 60 വരെ കനത്ത പേശികളുള്ള മൃഗങ്ങളെ ജനിപ്പിക്കാനായി ഗവേഷകരും കർഷകരും പരിശ്രമിക്കുകയും അതിൽ വിജയം കാണുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ മയോസ്റ്റാനിൻ ജീനിലെ മ്യൂട്ടേഷൻ പ്രക്രിയയിലൂടെയാണ് ധാരാളം ഇറച്ചിയുള്ള കന്നുകാലികളെ ജനിപ്പിച്ചത്. പക്ഷെ അവിടം കൊണ്ടും ഗവേഷകരും കർഷകരും അടങ്ങിയില്ല. 1960-കളിൽ അതിശക്തമായ ഇരട്ട പേശികളുള്ള സ്വഭാവ സവിശേഷതകളോടുകൂടിയ കന്നുകാലികളെ വികസിപ്പിച്ചു. ഇന്ന് നാം ബെൽജിയൻ ബ്ലൂ എന്ന് വിളിക്കുന്ന മിസ്റ്റർ കാളകളുടെ ആവിർഭാവം അങ്ങനെയാണ്. ബെൽജിയൻ ബ്ലൂ കന്നുകാലികളെ റോസ് ഡി ലാ മൊയാൻ എറ്റ് ഹൗട്ട് ബെൽജിക്, ബെൽജിയൻ ബ്ലൂ വൈറ്റ്, ബെൽജിയൻ വൈറ്റ് ആൻഡ് ബ്ലൂ പൈഡ്, ബെൽജിയൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ ബെൽജിയൻ എന്നും അറിയപ്പെടുന്നു. അമിത മസിലുകൾ കാരണം ചില ആരോഗ്യ പ്രശ്നങ്ങളും ഇവയ്ക്ക് ഉണ്ടാകാറുണ്ട്. പ്രദർശനങ്ങളിലും മറ്റും ഈ കാളകൾക്ക് നല്ല ഡിമാൻഡാണ്. സൂപ്പർ ഹീറോ കാളകൾ എന്ന ലേബലോടെയാണ് ഇവ പ്രദർശിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഇത്രയും മസിലും ശക്തിയും ഒക്കെ ഉണ്ടായിട്ടും ഇവ ശാന്തരാണ്, സമാധാന പ്രിയരുമാണ്. ഇവയ്ക്ക് പൊതുവെ നീലയോ ചാരനിറത്തിലോ ഉള്ള പുറം ശരീരമാണുള്ളത്. എന്നാൽ വെള്ളയും നീലയും കറുപ്പും ഒക്കെ നിറത്തിലുള്ളവയും ഇവയുടെ കൂട്ടത്തിലുണ്ട്. മനുഷ്യരിലെ മസിലന്മാർ കഴിക്കുന്നത് പോലെ തന്നെ ഉയർന്ന ഊർജവും ഉയർന്ന പ്രോട്ടീനുമുള്ള ഭക്ഷണമാണ് ഈ കാളകൾക്ക് വേണ്ടത്. മസിൽ വളർച്ചയ്ക്ക് ഇത് അത്യാവശ്യമാണ്. ലോകമെമ്പാടും ഒരു ബീഫ് ഇനം എന്ന നിലയിൽ ബെൽജിയൻ ബ്ലൂവിന് പ്രചാരം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ യൂറോപ്പ്, ബ്രസീൽ, അമേരിക്ക, കാനഡ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലും ഇവയെ കാണാം.